ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് പച്ച മാങ്ങ കൊണ്ട് ഒരു സിമ്പിളായിട്ടുള്ളൊരു കറിയാണ്, മാങ്ങാ കറിയാണ്. അപ്പോൾ ഒരു മാങ്ങ ഞാൻ ചെറിയ രീതിയിൽ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിന്ന് ഒരു മാങ്ങയിലാണ് തയ്യാറാക്കി കാണിക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടി ഒരു പാൻ അടുപ്പിൽ വെച്ച് കൊടുക്കുക. കുറച്ച് വെളിച്ചെണ്ണ, ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടാകുന്ന സമയത്തിന് നമുക്കിതിലോട്ട് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ മാങ്ങ കറി വയ്ക്കുന്നതിൽ നമുക്ക് വേണമെങ്കിൽ വെളുത്തുള്ളി ഒന്ന് ചെറിയ രീതിയിൽ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ എന്തായാലും ചേർത്തിട്ടില്ല, മാങ്ങ മാത്രം ഉപയോഗിച്ചാണ് ഈ കറി തയ്യാറാക്കുന്നത്. അപ്പോൾ കടുക് പൊട്ടുന്ന സമയത്തിന് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ എരിവിന് നമ്മളിതിലോട്ട് ചേർക്കുന്നത് മുളക് പൊടി ഒന്നും ചേർക്കില്ല, പച്ചമുളകാണ്. ഞാൻ ഇവിടെ ഒരു 4 പച്ചമുളക് ചെറിയ രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പച്ചമുളക് ചൂടെണ്ണയിൽ കിടന്ന് ഇതുപോലെ ഒന്ന് മൊരിയുന്ന സമയത്തിന് നമുക്കൊരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. നമ്മളിതിലോട്ട് വേറെ പൊടികളൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ ഈ മഞ്ഞൾപ്പൊടി ഇതിലോട്ട് കിടന്ന് ചെറിയ രീതിയിൽ ഒന്ന് മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഈ സമയം നമുക്ക് നമ്മുടെ മാങ്ങ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് നമുക്ക് കുറച്ചൊന്ന് കൂടുതൽ നിൽക്കുന്ന രീതിയിൽ, ഇപ്പോൾ മാങ്ങ കറി ആയാലും നമ്മുടെ മാങ്ങയുടെ പുളിപ്പും ഈ ഉപ്പും കൂടെ യോജിക്കുന്ന രീതിയിൽ നമുക്കിതൊന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഉപ്പ് കുറച്ചൊന്ന് മുന്നിട്ട് നിൽക്കണം. അപ്പോൾ ഈ മാങ്ങാക്കറി നമുക്ക് ഒരാഴ്ച വരെ പുറത്തിരുന്ന് തന്നെ കഴിക്കാൻ പറ്റും. ഫ്രിഡ്ജിലാണെങ്കിൽ ഒരു മാസത്തോളം ഇരിക്കും. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മാങ്ങാക്കറിയാണ്. അപ്പോൾ ഇത് ഇനി നമുക്കിതിലോട്ട് കായം ചേർത്ത് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂണോളം കായം ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഈ കായത്തിൻ്റെ ഫ്ലേവറും കൂടെ ഈ ചെറിയ ചൂടിൽ കിടന്ന് ഈ എണ്ണയിൽ കിടന്ന് ഇതൊന്ന് മൊരിഞ്ഞ് കിട്ടി നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിത് കറി പോലെ ആക്കി വേണമെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഇതിലോട്ട് ഒഴിച്ച് ഒന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ എനിക്ക് അധികം കറി വേണ്ട, ഇതുപോലെ മതിയാവുന്നതുകൊണ്ട് ഞാൻ ഇതിലോട്ട് വെള്ളം ചേർക്കുന്നില്ല. അപ്പോൾ നമുക്ക് ചെറിയ രീതിയിൽ ഇതിനൊന്ന് വേകുന്ന രീതിയിൽ ഏറ്റവും ലോ ഫ്ലെയിമിൽ നമുക്കൊന്ന് അടപ്പുകൊണ്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. അതും ഒരു 3-4 മിനിറ്റ് തന്നെ മതിയാകും. എന്നിട്ട് അടപ്പുകൊണ്ട് കവർ ചെയ്തതിന് ശേഷം നമുക്ക് വേഗം തന്നെ അടപ്പെടുത്ത് മാറ്റാം. അപ്പോൾ എല്ലാം മാങ്ങ ചെറിയ രീതിയിൽ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്, ആവിയൊക്കെ കയറി. അപ്പോൾ നല്ല ഒരു മണമൊക്കെയാണ്, നല്ല ഒരു ടേസ്റ്റുള്ള കറിയാണ് നമ്മുടെ ഈ മാങ്ങാക്കറി. എല്ലാവരും തയ്യാറാക്കി നോക്കുക. ചോറിനോട് കൂടി കഴിക്കാൻ വേറെ ഒരു കറിയുടെ ആവശ്യമില്ല, ഇത് കൂട്ടി തന്നെ കഴിക്കാം. ഈ കായത്തിൻ്റെ ഫ്ലേവറൊക്കെ വന്ന് പച്ചമുളകിൻ്റെ എരിവൊക്കെ ചേർന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ വെള്ള മാങ്ങ അച്ചാർ, മാങ്ങാക്കറി, നമുക്ക് മഞ്ഞക്കറി എന്നൊക്കെ ഇതിനെ പറയും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കനിൽ ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ കൂടി ഒന്ന് ഓണാക്കി ഇടുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.